പശ്ചാത്തപിക്കുമ്പോൾ ന്യായീകരിക്കുകയല്ല കേട്ടോ. നമ്മൾ പശ്ചാത്താപം നടത്തിയിട്ട് ന്യായീകരിക്കുകയാണ്. ഒരു കുമ്പസാരം എന്ന കുദാശയ്ക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴേക്കും ന്യായീകരണങ്ങൾ ഇങ്ങനെ തുടങ്ങും. ഇത് ഞാൻ കാരണമല്ല, ഭർത്താവ് അങ്ങനെ നിന്നതുകൊണ്ടാണ്, ഭാര്യ ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, ഇങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ സത്യവാന്മാരാണ്. ഞാനിതൊക്കെ ചെയ്യാൻ കാരണം എൻ്റെ കുടുംബത്തിൽ അവരുണ്ടായത് കൊണ്ടാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരണമല്ല. നിങ്ങൾ കുമ്പസാരിക്കാൻ വന്നതിന് ശേഷം അച്ഛൻ്റെ മുമ്പിൽ നിങ്ങൾ ന്യായീകരിച്ചിട്ട് എന്താ കാര്യം? ആ കുമ്പസാരം എന്ന കൂദാശയെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കുമ്പസാരിക്കാൻ വരുമ്പോൾ ഇതൊക്കെ കാണുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ്. കർത്താവാണ് നിങ്ങൾക്ക് പാപമോചനം തരുന്നത്. ഈ കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ ന്യായീകരണം വേണ്ട, നമ്മുടെ സത്യാവസ്ഥ പറയുക. ഞാൻ കാരണമല്ല, അതുള്ളത് കൊണ്ടാണ്. ചിലവര് ഭർത്താവിൻ്റെ പാപങ്ങൾ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കുമ്പസാരം കൂദാശ വെളിപ്പെടുത്തുന്നതല്ല. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ വരരുത്. ഒരാളെ കുറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വരരുത്. പശ്ചാത്താപമാണ് വേണ്ടത്. നമുക്കതില്ല ന്യായീകരണങ്ങൾ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും, എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും നമ്മൾ ന്യായീകരണമാണ്. നമ്മൾ ഒരിക്കലും നോക്കാറില്ല. നമ്മൾ ചിന്തിച്ച് നോക്കി, ആരെങ്കിലും നമ്മളെ ഒരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും ന്യായീകരണം തുടങ്ങും. അതുകൊണ്ടാണ്, അത് അങ്ങനെ വന്നതുകൊണ്ടാണ്, തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ളത് കൊണ്ടാണ്. അപ്പോഴേക്കും നമ്മൾ തുടങ്ങും. ഒന്നും മനസ്സിലാക്കി, സോറി കേട്ടോ, ഞാൻ ആവർത്തിക്കില്ല. അത് നമ്മുടെ നാവിൽ നിന്ന് വരാറുണ്ടോ? എപ്പോഴെങ്കിലും വരാറുണ്ടോ? നമ്മൾ ചിന്തിച്ച് നോക്കി. ഒരിക്കലും നമുക്ക് വരികയില്ല. നമ്മൾ എങ്ങനെയെങ്കിലും അത് ന്യായീകരിച്ച് നമ്മൾ വിശുദ്ധ എന്ന രീതിയിലേക്ക് നമ്മൾ അങ്ങനെ കൊണ്ടുവരും. ആ സ്വഭാവം എനിക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ആ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റുക. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ സോറി, ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയാം. അതാണ് പശ്ചാത്താപം എന്ന് പറയും. അത് കുമ്പസാരം എന്ന കൂദാശയിലായാലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലായാലും, ഭാര്യ ഭർത്താവിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കും, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സോറി എന്ന് പറഞ്ഞ് അതൊന്ന് വേണ്ട എന്ന് വെക്കാൻ എൻ്റെ ഭാഗത്ത് തെറ്റു. അതുകൊണ്ടൊരു നഷ്ടമില്ലാന്നേ. നഷ്ടം നമ്മൾ എന്താണ് അതുകൊണ്ട് ഇടിഞ്ഞു പോകുന്നത് എനിക്ക് അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. ഈ ന്യായീകരിച്ച് അതിനിങ്ങനെ ചളമാക്കി കുളമാക്കി ഇങ്ങനെ അങ്ങോട്ട്, അതിനൊരു ഡയലോഗ് പറയും. ഡയലോഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ചാണകത്തിൽ ചവിട്ടി ഇങ്ങോട്ട് മെഴുക എന്ന് പറയില്ലേ, അതാണ് നമ്മൾ ന്യായീകരിക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, അങ്ങോട്ട് മെഴുകുക എന്ന് പറയും. അതിലിങ്ങനെ ചവിട്ടിക്കൂട്ടി. അപ്പൊ ആ പറയുന്ന വ്യക്തിക്ക് അറിയാം തെറ്റാണെന്ന് അറിയാം, എന്നാൽ ഇങ്ങനെ പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളോട് പറയില്ല. കാരണം ആൾ അങ്ങനെയാണ്. ആളോട് എന്ത് പറഞ്ഞാലും ഇങ്ങനെ പെർഫെക്റ്റ് ആക്കും, ആളെ പെർഫെക്റ്റ് ആക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ നല്ലത്. അപ്പോൾ ചില സമയത്ത് ചിന്തിക്കും, എനിക്കാണോ ഭ്രാന്ത്, അവനാണോ ഭ്രാന്ത് എന്ന് വെച്ചാൽ ഇതാണ് ഉണ്ടാകുന്നത്. നമ്മളെന്തെങ്കിലും പറയാൻ പോയി കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഞാനാ തെറ്റ് ചെയ്തെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക.